ധർമ്മസ്ഥലയിലെ നിഗൂഢതയുമായി ബന്ധപ്പെട്ട അന്വേഷണം ആകെ മൊത്തം കലങ്ങി മറിയുകയാണ്. ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിലെ അന്വേഷണത്തിൽ പ്രതികരണവുമായി ക്ഷേത്രം ധർമാധികാരി വീരേന്ദ്ര ഹെഗ്ഡെ വരുന്നു. സത്യം തെളിയുന്നതുവരെ എവിടെയും പോകില്ല. പെൺകുട്ടികളും സ്ത്രീകളും അടക്കം പിന്തുണയുമായി എത്തുന്നതിൽ സന്തോഷമുണ്ട്. അന്വേഷണം നടക്കുന്നതിനാൽ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ലെന്നും വീരേന്ദ്ര ഹെഗ്ഡെ പറയുന്നു. വിവരങ്ങളുമായി മുഹമ്മദ് റഹീസ് ചെയ്യുന്നു. റഹീസ്, എന്തൊക്കെയാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വീരേന്ദ്ര ഹെഗ്ഡെയുടെ പ്രതികരണം ഏത് ഘട്ടത്തിലാണ്? പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ജൈന വിഭാഗത്തിന്റെ ഒരു ജാഥ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ഉണ്ടായിരുന്നു. ആ ജാഥയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴാണ് ക്ഷേത്ര ധർമാധികാരി വീരേന്ദ്ര ഹെഗ്ഡെ അദ്ദേഹത്തിനെതിരെയാണ് ഗുരുതരമായിട്ടുള്ള പല ആരോപണങ്ങളും ഉയർന്നത്. അദ്ദേഹം ഇക്കാര്യത്തിൽ മറുപടി നൽകുകയായിരുന്നു. അതായത് സത്യത്തിന് ഒരൊറ്റ മുഖം മാത്രമേ ഉള്ളൂ, ഒരിക്കലും സത്യത്തിന് രണ്ട് മുഖമില്ല. അതുകൊണ്ട് തന്നെ സത്യം തെളിയുന്നത് വരെ താൻ എവിടെയും പോകില്ല, ഇവിടെ തന്നെ ഉണ്ടാകും. കേസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനാൽ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. പക്ഷേ ഇത്രയധികം ആളുകൾ തനിക്ക് പിന്തുണയുമായി ഇവിടേക്ക് എത്തുമ്പോൾ തന്റെ ശക്തി വർദ്ധിക്കുകയാണ്, തനിക്ക് കൂടുതൽ കരുത്തുണ്ടാവുകയാണ്, ഇക്കാര്യത്തിലൊക്കെയും കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാവുകയാണ് എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഈ ഘട്ടത്തിലെ വീരേന്ദ്ര ഹെഗ്ഡെയുടെ പ്രതികരണം വളരെ പ്രധാനമാണ്. കേസുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. റിവേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. പലരെയും ചോദ്യം ചെയ്തു വരുന്നു. നിർണായകമായ പല കണ്ടെത്തലുകളും ഗൂഢാലോചനയുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള കണ്ടെത്തലുകൾ ഉണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്തായാലും സ്ഥലത്ത് പ്രതിഷേധങ്ങളൊക്കെയും ഉയർന്നു വരികയാണ്. ഉടൻ തന്നെ BJP-യുടെയും ഒപ്പം തന്നെ JDS-ന്റെയും ഒക്കെ ധർമ്മസ്ഥല ചലോ മാർച്ചുകളും തുടർന്നുള്ള ദിവസങ്ങളിൽ ഇങ്ങോട്ടുണ്ടാകും. സുഹൈൽ, എന്തായാലും സാക്ഷി അത് കൃത്രിമമായി ഉണ്ടാക്കിയ സാക്ഷിയാണെന്നും പറഞ്ഞ കാര്യങ്ങൾ മറ്റാർക്കോ വേണ്ടി പറയിപ്പിച്ചതാണെന്നും അടക്കമുള്ള ആരോപണങ്ങൾ, അതിൽ വിശദമായ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ പറഞ്ഞതുപോലെ വീരേന്ദ്ര ഹെഗ്ഡെയുടെ പ്രതികരണം കൂടി വരുന്നത്. എന്തായാലും റിവേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിലാണ് നിലവിൽ കേസുള്ളത്.